ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പം ഇന്നാണ് ആ ദിവസം. ഏതാണ്? അതായത് എൻ്റെ മോളുടെ സ്കൂളത്തെ കലോത്സവം സാരംഗ്. അപ്പോൾ എൻ്റെ മൂത്ത ആൾ ഒരു വെൽക്കമിങ്ങിനുണ്ട്. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ. അപ്പോൾ ആളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ആളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ആൾ സാധാരണ മേക്കപ്പ് ഒന്നും ചെയ്യണ ഒരാളല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പിടിച്ചിരുത്തി മേക്കപ്പ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ആൾ ഇങ്ങോട്ട് പറഞ്ഞു മേക്കപ്പ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ എന്ന്. അപ്പം ഞാൻ ആളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്ത് ടവലൊക്കെ എടുത്തിട്ടാണ് ആൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡാൻസിനൊന്നും സ്വതവേ ആൾ പങ്കെടുക്കാറില്ല. അപ്പോൾ ഇന്നൊരു വെൽക്കം ആൾക്കാരെ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞ പോലെ ഒരുങ്ങിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആളെ കുറച്ച് നേരം നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഒരു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യം വേണ്ടി ഇതിനൊന്നും അങ്ങനെ സഹകരിക്കാത്ത ഒരാളാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ഫൈനൽ ലുക്കാണ് ഇത് കേട്ടോ. അത് കഴിഞ്ഞ് സ്കൂൾ യൂണിഫോം ഓൾറെഡി ബാഗിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരുന്നതെന്ന് വിചാരിച്ചുള്ള ഓട്ടമാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ അനിയത്തിനെ ഞാൻ കൊണ്ടുപോകണം, കാരണം അവൾ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ ആ വണ്ടി കാത്തു നിൽക്കണ ആ ഒരു നിൽപ്പാണ് നിങ്ങൾ കാണുന്നത്. 8:30 വരുന്ന പറഞ്ഞ വണ്ടി 8:45 വന്നിട്ടില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ സ്കൂൾ ബസ്സില്ല, ഇതേപോലത്തെ ഒരു വണ്ടിയായിരുന്നു കേട്ടോ. കാരണം സ്കൂൾ ബസ്സാണെന്ന് വിചാരിച്ചിട്ടാണ് ആൾ അപ്പുറത്ത് പോയി നിന്നത്. അപ്പോൾ സ്കൂൾ ബസ്സായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു കുട്ടി വണ്ടിയായിരുന്നു. അപ്പോൾ ആൾ അതിൽ കയറിപ്പോയി. അപ്പോൾ ആളുടെ വിശേഷം അതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആളെയും കൊണ്ട് നമ്മുടെ കൊട്ടയും വട്ടിയൊക്കെ കൊണ്ട് പോവുകയാണ് കേട്ടോ. എവിടേക്ക്? നമ്മുടെ ഡാൻസ് ടീച്ചർ വീട്ടിലേക്ക്. പോണ സമയത്താണെങ്കിൽ നല്ല മഴയുണ്ടാകും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കൊട്ടയും വട്ടിയൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് ബാഗും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ ഇതിൽ വെച്ച് വണ്ടിയിൽ വെച്ചു. കഴിഞ്ഞ് വീട്ടിലെത്തി. ടീച്ചറെ വീട്ടിലെത്തി. ഡാൻസ് ടീച്ചറെ മോളാണ് കേട്ടോ. ഈ കുട്ടിയാണ് അവളെ ഡാൻസ് പഠിപ്പിച്ചതും മേക്കപ്പും എല്ലാം ചെയ്യുന്നത് ഈ ഒരു കൊച്ചു മോളാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ അവളെ ഡാൻസും പഠിപ്പിച്ചു, നല്ല രീതിയിൽ തന്നെ മേക്കപ്പും ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ശ്രദ്ധയുടെ മേക്കപ്പ് എടുത്ത് തന്നെ പറയേണ്ടതാണ്. ഈ മേക്കപ്പ് ഒക്കെ സൂപ്പറായിരുന്നു. ഒന്നിനൊന്നും മെച്ചം എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇന്നത്തെ പെർഫോമൻസും പ്രോഗ്രാമും എല്ലാം. അവളുടെ മേക്കപ്പും എല്ലാം അടിപൊളിയായി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ അവളെല്ലാം ചെയ്യുന്നുണ്ട്. അത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ആളുടെ ഒരു ഇൻബോൺ ടാലൻ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻ്റെ മോളെ നല്ല രീതിയിൽ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കണ നേരത്തെ ടീച്ചർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടതിന് ശേഷം വിട്ടേട്ടോ. അപ്പോൾ ആളറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് നേരം വൈകി. 10 എന്നുള്ളത് 11 മണിയൊക്കെ ആയിട്ടോ. കാരണം 11 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിയൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഞാൻ വേഗം ഓടിക്കൊണ്ടുപോവുകയാണ് ആളെ. അപ്പോൾ ആൾ വേഗം പോയി ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ നിന്നു. അപ്പോൾ സുരേഷിൻ്റെ കടയിൽ നിർത്താണോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുന്നത്. കുറേ ടീച്ചേഴ്സിൻ്റെ ടീച്ചറിന് തന്നെ 3 കുട്ടികളുണ്ട് കേട്ടോ, ഈ ടീച്ചർ തന്നെ. അപ്പോൾ മോളെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുട്ടികളൊക്കെ കുറേ പേര് ഇങ്ങനെ കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പരിപാടി എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചെസ് നമ്പർ കയറി. അപ്പോൾ ആ കുട്ടിയുടെ കളിയൊക്കെ നല്ല രീതിയിൽ ആ കുട്ടി കളിച്ചു കേട്ടോ. അപ്പോൾ ഓരോ കോസ്റ്റ്യൂമും ഓരോരുത്തർ കയറുമ്പോഴും ഇതെല്ലാം വിസ്മയക്കാരുടെ കോസ്റ്റ്യൂംസാണ് കേട്ടോ. അതാണ് ഏറ്റവും രസം. ഒരു പ്രോഗ്രാമിൽ കയറിയ എല്ലാ കുട്ടികളും വിസ്മയക്കാരുടെ എന്താ പറയുക പരസ്യം പോലെയായിരുന്നു, പ്രൊമോഷൻ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ എല്ലാവർക്കും ഫസ്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായി കളിച്ച എല്ലാവരും മോശമായി കളിച്ചു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് വേണ്ടി കൊടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് കയറിയതും സെക്കൻഡ് കയറിയതും എൻ്റെ മോള് പഠിപ്പിക്കുന്ന സ്കൂൾ ടീച്ചറുടെ കുട്ടികളാണ്. ഫസ്റ്റ് കയറിയ കുട്ടിയല്ല കേട്ടോ, ഈ കുട്ടിയും പിന്നെ എൻ്റെ മോളും പിന്നെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 3 ആളാണ് ടീച്ചറുടെ മക്കളായിട്ട് കയറിയത്. പിന്നെ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മളെ മോൾക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അവളെയൊക്കെ ഫുൾ ടെൻഷനും എന്താ പറയുക ആകെ പേടിയും എനിക്കായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അതാണ് എൻ്റെ മോളുടെ കൂട്ടുകാരിയാണ് കേട്ടോ. നമ്മുടെ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടി തന്നെയാണ്. അപ്പോൾ എൻ്റെ മോളുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. മോളുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ കുട്ടിയും നല്ല രീതിയിൽ കളിച്ചു. അങ്ങനെ 3 കുട്ടികളായിരുന്നു ടീച്ചറുടെ സ്റ്റുഡൻസ് കയറിയിരുന്നത്. അപ്പോൾ പ്രയാൽ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടി നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഈ കുട്ടിയൊന്നും സ്റ്റേജ് ഫിയർ ഇല്ലാതെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളൊക്കെ ഇത്രയും ചെറുപ്രായത്തിൽ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം തന്നെ. അങ്ങനെ ഞങ്ങൾ ഡാൻസും ഇതൊക്കെ കഴിഞ്ഞ് ഒരു 12:30 1 മണിയോട് കൂടി ഞങ്ങളങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങളിത് വീട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ. കാരണം ലാസ്റ്റ് വരെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു, പരിപാടി കഴിയുമോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ പരിപാടി കഴിയാത്ത കാരണം ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. കാരണം മോൾക്ക് ഇതൊന്നും അധികം നേരം ഇട്ടിരിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഇല്ല. പിന്നെ ഇന്ന് എന്താണോ ഇന്ന് അത്രയും നേരം നിന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഓരോ കുട്ടികളും എത്ര നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അവരെ എക്സ്പ്രഷനും ഇത്ര ചെറുപ്പത്തിലെ തന്നെ നല്ല രീതിയിൽ എക്സ്പ്രഷനൊക്കെ ഇടണമെങ്കിൽ അവർക്ക് എത്ര ടാലൻറ്റ് ഉണ്ടായിട്ട് വേണം.
ഇപ്പോൾ ചെറുപ്പത്തിൽ എന്നെയൊന്നും പഠിപ്പിക്കാൻ എന്നെയും എൻ്റെ ചേച്ചിയൊന്നും പഠിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എൻ്റെ അമ്മ അത് കണ്ട് തീർക്കുന്നുണ്ട് എന്തായാലും. എനിക്കും എൻ്റെ ചേച്ചിക്കും പറ്റാത്തൊരവസരമാണ് എൻ്റെ മോൾക്ക് പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും ഡാൻസ് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു എന്താ ഒരു കുറവ് തന്നെയായിട്ടാണ് എൻ്റെ അമ്മ കാണുന്നത്. അപ്പോൾ അമ്മ അത് നന്നായിരുന്നു ആസ്വദിച്ചിരുന്ന് കാണുന്നുണ്ട് കേട്ടോ പ്രോഗ്രാം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ കൊച്ചുമക്കൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പ്രോഗ്രാം കാണാൻ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജഡ്ജസ് കാര്യമായിട്ട് ഇന്ന് നോക്കി മാർക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ മാർക്കുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കാ ഫസ്റ്റ് കിട്ടിയതെന്നൊന്നും ഞങ്ങൾക്ക് അറിയണമെന്നില്ല കേട്ടോ. അപ്പോൾ ദേ ഈ മോള് നന്നായി കളിച്ചു നല്ല രീതിയിൽ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കുട്ടികൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ പാരൻ്റ് ആയ കാരണം അവർക്കറിയാം ആരുടെ പാരൻ്റാണ്. ചിലരൊക്കെ പറയേണ്ടത് അനികയുടെ അല്ലെങ്കിൽ കുഞ്ചിയുടെ പാരൻ്റാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ ചിലർക്കൊക്കെ അറിയാം. മോളുടെ ഫ്രണ്ട്സുകൾ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ അറിയാം. അത് കഴിഞ്ഞ് എൻ്റെ മോള് ഡാൻസൊക്കെ കഴിഞ്ഞ് വന്ന് ഈ മോളുടെ ഡാൻസ് കാണുന്നു കൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ മോളുടെ കൂടി ഡാൻസ് കാരണം അവളെ കൂട്ടുകാരിയാണല്ലോ. അപ്പം ഞാനും പറഞ്ഞു നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങളിത് ഓടി വന്ന് ഈ കുട്ടിയുടെ ഡാൻസ് ഞങ്ങൾ കണ്ടു കേട്ടോ. അവസാനം വരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ പ്രയാളിൻ്റെ വീഡിയോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ വീഡിയോയും കൂടി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത കുട്ടിയുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു വിധം എല്ലാവരും സെയിം സോങ് തന്നെയാണ് കളിച്ചിരുന്നത്. കാരണം ഫോക്ക് ഡാൻസിന് എല്ലാവരും ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ പാറ്റേൺ പോലെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഒരു പാവയുടെ തീമായിരുന്നു മൊത്തത്തിൽ എല്ലാവരും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ മോളുടെ അടുത്ത ആൾ കയറി കേട്ടോ. അടുത്ത ആൾ കയറിയപ്പോൾ മോള് ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ആൾക്ക് ഇരിക്കപ്പുറത്തില്ല നിൽക്കപ്പുറത്തില്ല എന്നുള്ള രീതിയിൽ ഇതിരിക്കുന്നതാണ് എൻ്റെ അമ്മ കേട്ടോ. ഈ ഗ്രീൻ ബ്ലൗസ് അതുപോലെ ടീച്ചേഴ്സ് സൈഡിലിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ് അടുത്ത ആൾ കയറി. അപ്പോൾ വലിയവരുടെയും ഉണ്ട് ചെറിയവരുടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് അവർ കയറ്റിയാണത്. അപ്പോൾ ഇത് വലിയ കുട്ടികളുടെയാണ്, ചെറിയ കുട്ടികളുടെ അതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ മോള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് ഫ്രണ്ട്സുകൾ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സിന് എന്തായാലും വലിയൊരു ഡ്യൂട്ടിയാണ് ഈ സമയത്തൊക്കെ. പരിപാടിയും ശ്രദ്ധിക്കണം കുട്ടികളെയും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ ഒരു ടീച്ചർ ഭയങ്കര ഇത്രയും ഇതിലാണ് അവർ നോക്കുന്നത്. കാരണം കുട്ടികൾ വർത്തമാനം പറയാതിരിക്കാൻ നോക്കണം, പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കണം, പ്രോഗ്രാം കാണാനാണെങ്കിൽ അതും കാണണം. അപ്പോൾ ഇന്ന് ഇത്രയും കുട്ടികളൊക്കെ നല്ല രീതിയിൽ എല്ലാവരും ഓരോരുത്തരും ഒന്നിനൊന്നും മെച്ചമായിട്ട് അടിപൊളിയായിട്ട് പ്രാക്ടീസും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കണ്ടില്ലേ അടുത്ത ആ ടീം കയറി. അടുത്ത ആളാണ് ഇതേ കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി മറ്റേ കൈനോട്ടക്കാരുടെ എന്തോ ആണ് കളിച്ചിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെയും കഴിഞ്ഞു. ഇത് ഹയർ സെക്കൻഡറി വിഭാഗം അല്ല ഹൈസ്കൂൾ UP സെക്ഷനിലേക്കാണെന്ന് തോന്നുന്നു ഈ കുട്ടി. അത് കഴിഞ്ഞ് എൻ്റെ മോള് അവിടെ പോയിരുന്നു കേട്ടോ. മോളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ പോയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി ഇരുന്നാൽ ആ കയ്യിലുള്ള പപ്പും തൂവലൊക്കെ പോവും എന്ന് മനസ്സിലായ കാരണം ഇതൊക്കെ വാടകയ്ക്ക് എടുത്താണെന്നാണല്ലോ. അത് കാരണം ഞങ്ങൾ വേഗം അവളെ അങ്ങോട്ട് വിളിച്ചു വീട്ടിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ ഇതേ ഇരിക്കുന്നതാണ് എൻ്റെ മോളെ കൂട്ടുകാരി ശ്രദ്ധ കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കാര്യമായിട്ട് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണം കണ്ടിട്ട്. അത് കഴിഞ്ഞ് ഓരോരോ ടീമുകൾ അത്രയും നന്നായിട്ട് ആരാരും മോശം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ കുട്ടികളും കളിച്ചു. എല്ലാവർക്കും നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല, അത് വേറെ കേസ്. അങ്ങനെ ഇത് എന്താ പറയുക സഹോദരിക്കുള്ള സെലക്ഷൻ വേണ്ടിയിട്ടുള്ളൊരു കലോത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെയാണ് എല്ലാ CBSE സ്കൂളുകളിലും ഇന്നാണ് കലോത്സവം എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ കളിച്ചു. ഇതൊക്കെ UP സെക്ഷൻ അല്ല കേട്ടോ, LP സെക്ഷനാണ്. ഇതാണ് മേധ മോളുടെ വേറൊരു കൂട്ടുകാരാണ്, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി നല്ല രീതിയിൽ എല്ലാവരും ഒരാളെ മോശം എന്ന് പറയാനില്ല, എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. അപ്പോൾ പിന്നെ വെറൈറ്റി കോസ്റ്റ്യൂംസ് നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഇതൊക്കെ വിസ്മയക്കാരനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊട്ട ഈ കയറിയ കുട്ടികളുടെ കയ്യിലെല്ലാവരുടെയും ഒരുവിധം എല്ലാ ആൾക്കാരുടെയിലും ഉണ്ട്. എൻ്റെ മോളുടെയിലും ഉണ്ടാകുന്നു കേട്ടോ ഈ കൊട്ട. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിറങ്ങി. കാരണം അധികം നേരം ഇരുത്തിയ കാരണം മനസ്സിലായല്ലോ ഈ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ പോവും എന്ന് മനസ്സിലായ കാരണം ഞങ്ങൾ വേഗം അവളവിടെ നിന്ന് ഇറക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ പരിപാടിയൊക്കെ കഴിയണമല്ലോ എന്ന് വിചാരിച്ച് ലാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിൻ്റെ ഇടയിൽ മോളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കുട്ടികളല്ലേ, അപ്പോൾ അവരിങ്ങനെ ഇതൊക്കെ പിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി സാധനമൊക്കെ പോയി തുടങ്ങും, ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായാലും വേഗം അവളെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നേരം നിന്നും ഫ്രണ്ട്സിൻ്റെ അവൾക്ക് സംസാരിച്ച് ഇടയിൽ എണീറ്റ് വന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല.
അത് കഴിഞ്ഞ് വീണ്ടും പോകണോ വേണ്ടേ എന്നുള്ള രീതിയിലിരുന്നു. കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ പോവാമെന്ന് പറഞ്ഞു. വിശന്നിട്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീണ്ടും അങ്ങോട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ വീണ്ടും കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ഈ സാധനങ്ങളൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ഒരു സംശയം, ഇനി എങ്ങാനും തുവ്വല, കുട്ടികളല്ലേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, തുവ്വലൊക്കെ പറിച്ചെടുത്താലോ എന്ന് പേടിച്ചിട്ട് ഞാൻ നൈസായിട്ട് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. കാരണം വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ, കുത്തണ ഡ്രസ്സൊന്നും ഇട്ട് അങ്ങനെ നിൽക്കണ ഒരു ശീലം ഇല്ല. അപ്പം ഞങ്ങളിതേ പതുക്കെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി സ്കൂളിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞതേ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു കൊണ്ട് പോകട്ടെ. അപ്പം അവൾക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ അവൾ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ രാജു കുളിക്കുന്ന കാരണം രാജുവിൻ്റെ കുളിസിൻ ഞങ്ങൾ മുടക്കാൻ പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നത്തെ വിശേഷം ഇത്രയുള്ള. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ.